ശരിക്കും ലീവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇഷുവിൻ്റെ അതിനൊരു മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് എടവണ്ണപ്പാറയ്ക്കാണ്. ഇനി ഞാൻ പോകാറുള്ളത് അനാർക്കലി ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ആയി. ജെൻസിൻ്റെ ബ്യൂട്ടി പാർലറിൽ ഇഷുവിൻ്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് എടവണ്ണപ്പാറ സ്റ്റാൻഡിലെ പിങ്ക് എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ. കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആദ്യം ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇരുന്ന് തരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ലാസ്റ്റ് ഇതാ നമ്മൾ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ ചെറിയ വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് എളമരം പാലത്തിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ട് ഞങ്ങളുടെ ഫാമിലിയിലെ ഏക ഗായകൻ്റെ പാട്ടാണ് കേട്ടോ. അഥവാ എൻ്റെ ഹസ്ബൻഡ്. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചിട്ട് നൈറ്റ് വൈബ് കളറൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ പോന്നോളൂ എളമര പാലത്തിന് അടിയിലുള്ള നമ്മളെ ചായക്കടയിലേക്ക് കേട്ടോ. ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മളെ ചായക്കട. അപ്പം നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് കൊത്തുപൊറാട്ടയും ബോട്ടിയും ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് കൊത്തുപൊറാട്ടയും ബോട്ടിയും കഴിച്ച് കൂടെ ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നത്. എന്നെ ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.